ലോക കേരള സഭയിൽ പ്രവാസികളുമായി ബന്ധപ്പെട്ട തൊഴിൽ സുരക്ഷാ പദ്ധതികളുടെ പ്രപ്പോസൽ അവതരിപ്പിച്ച UAE പ്രതിനിധി ഡയസ് ഇടിക്കുളം. പ്രവാസികളെ ഉൾപ്പെടുത്തി സർക്കാർ ആവിഷ്കരിക്കേണ്ട കർമ്മ പദ്ധതികളുടെ നിർദ്ദേശങ്ങളാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിയമസഭാ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന സെഷനിൽ അവതരിപ്പിച്ചത്. പ്രവാസികളുടെ വിജ്ഞാന മൂലധനത്തെ കേരളം പ്രയോജനപ്പെടുത്തണമെന്ന് ഡയസ് ഇടിക്കുളം മീഡിയ വണ്ണിനോട് പറഞ്ഞു. കേരളത്തിൻ്റെ വൈജ്ഞാനിക മൂലധന സമ്പദ്ഘടനയെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുന്ന രീതിയിൽ ലോക കേരള സഭാ മെമ്പർമാർക്കുള്ള ബന്ധങ്ങളെയും സ്വാധീനങ്ങളെയും കേരളത്തിലെ കലാലയ ക്യാമ്പസുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നൊരു തുടർ സംവിധാനം കേരള ഗവൺമെൻറ് ഏറ്റെടുത്താൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വലിയ സാധ്യതയാണ് ലോക വിപണിയിൽ ഉണ്ടാകാൻ പോകുന്നത്. 2, നമ്മുടെ അക്കാഡമിക് ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റ്. കേരളത്തിൻ്റെ പുരാവസ്തു നിർണയങ്ങൾ, പുരാവസ്തു രേഖകൾ സംരക്ഷിക്കുന്ന ആർക്കൈവ്സുകളിലിരിക്കുന്ന, പബ്ലിക് ലൈബ്രറിയിലിരിക്കുന്ന ഡേറ്റകൾ ഡിജിറ്റലൈസ്ഡ് കാറ്റലോഗ് ലോക കേരള സഭാ മെമ്പർമാർ വഴി വിദേശത്തെത്തിച്ചാൽ ഗവേഷക വിദ്യാർത്ഥികളെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന അക്കാഡമിക് ടൂറിസം പ്രൊജക്റ്റ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ അടയാളങ്ങളായ കേരള കലാമണ്ഡലം, ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം തുടങ്ങിയ സംഗീത കോളേജ് തുടങ്ങിയ വിദ്യാപീഠങ്ങളുടെ ഓഫ്ഷോർ ക്യാമ്പസുകൾ വിദേശ രാജ്യങ്ങളിൽ ലോക കേരള സഭാ മെമ്പർമാർ വഴി ചാനലൈസ് ചെയ്ത് തുടങ്ങിയാൽ അത് ഈ സ്ഥാപനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന വലിയൊരു പ്രസക്തിയും വലിയൊരു അടയാളവുമായിരിക്കും.